അറിയാം, കണ്ണൂർ അറിയാമല്ലോ, പറയണ്ടില്ല. ഇതിലേക്ക് നമ്മളെ കണ്ണൂർ തളിപ്പറമ്പ് വണ്ടിയൊക്കെ പോകുന്നുണ്ട്. എങ്കിലും പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് ആൾക്കാർ എല്ലാവരും. സന്തോഷം. ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങളോട് ആദ്യം പറഞ്ഞ കുറേ സുഹൃത്തുക്കൾ ആ വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞ് മുത്തപ്പൻ്റെ ഒരു പാട്ട് എന്തായാലും നിർബന്ധമായിട്ട് പാടിയേ മതിയാവുള്ളൂ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു. കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവർക്കെല്ലാം വേണ്ടി പാടുകയാണ്. ഇനി കണ്ണൂർ പറശ്ശിനിക്കടവിൽ വരുന്ന സമയത്ത് വിളിക്കുക. എൻ്റെ പേര് പ്രഭ, ഞാൻ കണ്ണൂർ തളിപ്പറമ്പിൽ മുത്തപ്പ ക്ഷേത്രത്തിന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. ഈ ഫോൺ നമ്പർ ഉണ്ട്. അപ്പോൾ അവിടെ വന്ന് എന്താവശ്യമുണ്ടെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിരിക്കുമെന്നുള്ള ഒരു വാഗ്ദാനവും കൂടി നൽകുകയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ ഏത് സമയത്തും ഭക്ഷണവും എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാവും, എങ്കിലും ഭക്ഷണവും ചായ എന്ന് വേണ്ട എല്ലാ സൽക്കാരവും നടത്തുന്ന ഒരു ക്ഷേത്രമാണ്. മറ്റൊരു പ്രത്യേകത വരാത്ത ആൾക്കാർ കൂടി പറയാം, എല്ലാവർക്കും അറിയാമായിരിക്കും, ഉണക്ക മത്സ്യമാണ് അവിടുത്തെ നിവേദ്യം. അതും ഒരു പ്രത്യേകതയാണ്. അവിടെ ശരിക്കും പറയാം മറ്റ് ഒരു ക്ഷേത്രങ്ങളില്ലാത്ത ഒരു പ്രത്യേകതയാണ് ഉണക്ക മത്സ്യത്തിൻ്റെ ഇത് വെച്ചിട്ടുള്ള പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഏത് ജാതിമത ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ അവിടെ പ്രവേശനമുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അതിന് മുത്തപ്പ ക്ഷേത്രത്തിലെ ഒരു ദേവനെ കുറിച്ചുള്ള പാട്ട് പാടാം. ഓക്കെ, ഇത് നല്ലൊരു പ്രോത്സാഹനം വേണം. കണ്ണൂരിൽ നിന്ന് വന്നതല്ലേ നിങ്ങളെ. ഓക്കെ ഓക്കെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ സമീപകാലത്ത് ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയൊക്കെ ട്രെൻഡിംഗ് ഉള്ള പാട്ടാണ് 30 മുക്കോടി എന്ന് തുടങ്ങുന്ന ഗാനമാണ് വേദിയിൽ ആലപിക്കുന്നത് അനീഷ് ഭൂപതി ആൻഡ് കോറസ്.
ഗതിയായി കാണുന്നു എന്റെ ഗതിയായി